ഹായ് ഫ്രണ്ട്സ്, എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തു നിന്നും സ്ഥിരമായി ചോദിച്ചു വരാറുള്ള കുറച്ച് PYQ ചോദ്യങ്ങളും ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുൻപ് നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ കമ്പനി ബോർഡ് LGSനായിട്ടുള്ള പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധി മോഡൽ എക്സാമുകൾ, മോക്ക് ടെസ്റ്റുകൾ, PYQ ഡിസ്കഷൻസ് എല്ലാം വരുന്നുണ്ട്. ഡെയിലി റെക്കോർഡ് ക്ലാസ്സുകൾ, അതിൻ്റെ എല്ലാം PDF നോട്ടുകൾ, ലൈവ് ക്ലാസ്സുകൾ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ, വീക്ക്ലി എക്സാം എല്ലാം വരുന്നുണ്ട്. SCRT NCRT കണ്ടൻസ് ഉൾപ്പെടെയാണ്. പ്രീമിയം മെൻറ്റർഷിപ്പ് ബാച്ചാണ്. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9446537080 എന്ന നമ്പറിലേക്ക് ഉടനെ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ എ ഫ്രാൻസ് ആണ് അല്ലേ? ഓപ്ഷൻ എ ഫ്രാൻസ് ആണ്. ഓപ്ഷൻ എ ഫ്രാൻസ് ആണ്. ഓക്കെ, ഭരണഘടനയിലെ സമത്വം എന്നത് മാത്രമല്ല, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ മൂല്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ അയർലൻഡിന്റെ ആണെങ്കിൽ അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ എടുത്തിരിക്കുന്നത് എവിടുന്നാണ്? അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ തന്നെ കാനഡയുടെ ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ളതാണ് ഫെഡറൽ സംവിധാനം, അതുപോലെ തന്നെ ലിസ്റ്റുകൾ എല്ലാം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അതുപോലെ USA-യിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ തുടങ്ങിയവയെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് USA-യുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അപ്പോൾ സമത്വം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നുമാണെന്ന്, ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുമാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഓക്കെ, ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്ഷേമരാഷ്ട്രം. ഓപ്ഷൻ ഡി, ക്ഷേമരാഷ്ട്രം. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 4-ലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ സുപ്രീം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മാർഗനിർദ്ദേശക തത്വങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ, ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. നമ്മുടെ ഭരണഘടന ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. അത് ശരിയാണ്. അടുത്തത്, 3 മലയാളി വനിതകൾ പങ്കെടുത്തു. ശരിയാണല്ലേ? 3 മലയാളി വനിതകൾ പങ്കെടുത്തു എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് പറഞ്ഞു. അത് ശരിയല്ല അല്ലെ? ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അടുത്തത്, KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. അതും അവിടെ ശരിയാണ്. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 1, 2, 4. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? ഒന്നാമത്തെ, ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ, അത് ശരിയാണല്ലേ?
ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ്. അടുത്തത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആണോ? ജവഹർലാൽ നെഹ്റു അല്ലല്ലോ. ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ് അല്ലേ. അപ്പൊ അതവിടെ തെറ്റാണ്. അപ്പോൾ 2 അവിടെ തെറ്റാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ല. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്. അടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു. അടുത്തത് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്, നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതും അവിടെ തെറ്റാണ്. ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ അവിടെ തെറ്റായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏതാണ്? 4A അല്ലേ. 4A ഭരണഘടനയുടെ പാർട്ട് 4 നമ്മൾ പറഞ്ഞത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. പാർട്ട് 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 1976 42nd Amendment Act. ഓക്കെ, 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മുടെ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത്, ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A ആണ്. ഓക്കെ, അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രാബല്യത്തിൽ വന്നതാണെങ്കിൽ 1977 ജനുവരി 3 മുതലായിരുന്നു. 1977 ജനുവരി 3 മുതൽ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? എന്നായിരുന്നു? ഓപ്ഷൻ എ ആണ് അല്ലേ. 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടതാണെങ്കിൽ 1949 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടതാണ് 1949 നവംബർ 26. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടതാണെങ്കിൽ 1949 നവംബർ 26. അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. അവസാന സമ്മേളനം 1950 ജനുവരി 24 ആയിരുന്നു. ഓക്കെ, അടുത്തത്
അംഗങ്ങൾ ഒപ്പുവെച്ചതാണെങ്കിൽ 1950 ജനുവരി 24 തന്നെയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതാണെങ്കിൽ 1950 ജനുവരി 26. ഓക്കെ, അപ്പോൾ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-നാണ്. അതുപോലെ തന്നെ അവസാന സമ്മേളനം നടന്നതും അംഗങ്ങൾ ഒപ്പുവെച്ചതും 1950 ജനുവരി 24-നാണ്. റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഓക്കെ, അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ ബെവ്കോ LDC ബീവറേജ് LDCയുടെയും പുതിയ കോംബോ ഓഫർ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ 2 എക്സാമിനും വേണ്ടി ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡെയിലി റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ എല്ലാം PDF നോട്ടുകളുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ ഉണ്ട്. വീക്ക്ലി റിവിഷൻ എല്ലാ ഞായറാഴ്ചകളും റിവിഷൻ എക്സാമുകളുണ്ട്. SCERT NCERT കണ്ടൻസ് ഉൾപ്പെടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് 2 പേഴ്സണൽ മെൻറ്റേഴ്സിൻ്റെ അസിസ്റ്റൻസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9446537080 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ. കമ്പനി ബോർഡ് LGSൻ്റെയും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ABC 3 പ്രസ്താവനകളും ശരിയാണ്. ഏതാണ് അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. എന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. ഓക്കെ, 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ നടന്ന ഒരു കേസായിരുന്നു കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾക്കെതിരെ കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയെ സമീപിച്ച ഒരു കേസാണ് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസ് എന്ന് അറിയപ്പെടുന്നത്. വർഷം 1973. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് N.A. പൽക്കിവാല വിശേഷിപ്പിച്ചത് ഈ തന്നിരിക്കുന്നവയിൽ എന്തിനെയാണ് എന്നാണ് ചോദ്യം. മൗലികാവകാശങ്ങൾ, ആമുഖം, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. എന്തായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ? ഓക്കെ, അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആമുഖം. ഓപ്ഷൻ ബി ആമുഖത്തിനെയാണ് N.A. പൽക്കിവാല എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് K.M. മുൻഷി വിശേഷിപ്പിച്ചതും ഈ ഒരു ആമുഖത്തെ തന്നെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതും K.M. മുൻഷിയാണ്. എന്താണ് അത്? ആമുഖത്തിന്റെ തന്നെയാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. അതുപോലെ ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ആത്മാവ് അല്ലെങ്കിൽ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഹിദായത്തുള്ള. അതുപോലെ തന്നെ ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. അടുത്ത ചോദ്യം, രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഏതാണ്? അയർലൻഡ്. ഓപ്ഷൻ എ
ഓപ്ഷൻ എ അയർലൻഡ് ആണ്. ഓപ്ഷൻ എ അയർലൻഡ്. അതുപോലെ തന്നെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്, അതുപോലെ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് എല്ലാം നമ്മുടെ അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ ശില്പി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ആരാണ്? BR അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി കൂടിയായിരുന്നു. ആദ്യത്തെ നിയമമന്ത്രി, സ്വതന്ത്ര ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആയിരുന്നു. ആധുനിക ബുദ്ധൻ അല്ലെങ്കിൽ ആധുനിക മനു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ ഗാന്ധിജി ഡോക്ടർ BR അംബേദ്കറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ, ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്നാണ് ഡോക്ടർ BR അംബേദ്കറിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയുക. ഏതൊക്കെയാണ്? നിയമവാഴ്ച, മൗലികാവകാശങ്ങൾ, പാർലമെന്ററി ഭരണ സംവിധാനം, നിയമവാഴ്ച, മൗലികാവകാശങ്ങൾ, അർദ്ധ ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരങ്ങൾ, റിപ്പബ്ലിക്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ, പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതുപോലെ ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, വേറെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകള്, ദ്വിമണ്ഡല സഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്തം തുടങ്ങിയ ആശയങ്ങളെല്ലാം തന്നെ ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ടവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ഓക്കെ, അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ എ ലോകസഭയും രാജ്യസഭയും ചേർന്നാണ് അല്ലെ. ഓപ്ഷൻ എ ലോകസഭയും രാജ്യസഭയും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. ഓക്കെ, ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. രാജ്യസഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ് അല്ലെ. രാജ്യസഭ അംഗങ്ങൾക്കാണ് കാലാവധി ഉള്ളത്. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്, അതിന് നമുക്ക് കാലാവധി ഇല്ല. അംഗങ്ങൾക്ക് മാത്രമാണ് അവിടെ കാലാവധി വരുന്നത്. ഓരോ 6 വർഷം കൂടുമ്പോഴും അംഗങ്ങൾ മാറി വരുന്നുണ്ട് അല്ലേ. അപ്പൊ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, രാജ്യസഭയുടെ അംഗങ്ങൾക്ക് 6 വർഷമാണ് കാലാവധി. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ഉപരിസഭയാണ് രാജ്യസഭ. നിലവിൽ വന്നത് എപ്പോഴാണ്? 1952 ഏപ്രിൽ 3. 1952 ഏപ്രിൽ 3-നാണ് രാജ്യസഭ നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഏതാണ്? ഓപ്ഷൻ സി ജൂലൈ 22, 1947. 22 ജൂലൈ 1947 ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ദേശീയ പതാകയുടെ ശില്പി ആരായിരുന്നു? ശില്പി പിംഗലി വെങ്കയ്യ അല്ലെ? ശില്പി ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യയാണ്. പ്രധാനമായിട്ട് 3 നിറങ്ങളാണ് അല്ലെ? കുങ്കുമം, വെള്ള, അതുപോലെ പച്ച. കുങ്കുമ നിറം എന്തിനൊക്കെയാണ് കാണിക്കുന്നത്? ധീരത, ത്യാഗം. ത്യാഗത്തിനെ കാണിക്കുന്നതാണ് കുങ്കുമ നിറം. അതുപോലെ തന്നെ വെള്ള നിറമാണെങ്കിൽ സത്യസന്ധത, സമാധാനം. ഓക്കെ, പച്ച നിറമാണെങ്കിൽ എന്തിനെയാണ് കാണിക്കുന്നത്? സമൃദ്ധിനെയും ഫലഭൂയിഷ്ഠതയും. സമൃദ്ധി, ഫലഭൂയിഷ്ഠത. ഓക്കെ, ദേശീയ പതാകയുടെ അനുപാതമാണെങ്കിൽ 3:2 ആണ്. ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ. കുങ്കുമ നിറം ധീരത, ത്യാഗത്തെ കാണിക്കുന്നു. വെള്ള സത്യസന്ധത, സമാധാനം. പച്ച സമൃദ്ധി, ഫലഭൂയിഷ്ഠത. 3:2 ആണ് നമ്മുടെ ദേശീയ പതാകയുടെ അനുപാതം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡ് ആണ്? ഓക്കെ, ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ 52 സെക്കൻഡ് അല്ലെ? ഓപ്ഷൻ എ 52 സെക്കൻഡ് ആണ് വരുന്നത്. ജനഗണമന ദേശീയ ഗാനമായിട്ട് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴായിരുന്നു? 1950 ജനുവരി 24. 1950 ജനുവരി 24 നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത്. രചിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഭാഷ ബംഗാളി ഭാഷയാണ് അല്ലെ? രചിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ഭാഷ ഏതായിരുന്നു? ബംഗാളി ഭാഷ. ഓക്കെ, ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. അതുപോലെ തന്നെ രാഗം ഏതായിരുന്നു? ഏത് രാഗത്തിലായിരുന്നു ചിട്ടപ്പെടുത്തിയത്? ശങ്കരാഭരണം. രാഗം ഏതായിരുന്നു? ശങ്കരാഭരണമാണ് രാഗം. അതുപോലെ തന്നെ സംഗീതം നൽകിയതാണെങ്കിൽ രാം സിംഗ് ഠാക്കൂർ. ഓക്കെ, രാം സിംഗ് ഠാക്കൂർ ആണ് സംഗീതം നൽകിയത്. രാഗം ഏതായിരുന്നു? ശങ്കരാഭരണം. ഭാഷ ബംഗാളി. രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചത്. 1950 ജനുവരി 24 അംഗീകരിച്ചത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയത് എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ ബെവ്കോയുടെയും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ LGS കമ്പനി ബോർഡ് LGSൻ്റെ ഒക്കെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, വീഡിയോ ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. SCERT NCERT മെറ്റീരിയൽസ് കൂടെ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ LGSൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9446537080 എന്ന നമ്പറിലേക്ക് ഉടനെ കോൺടാക്ട് ചെയ്യൂ.
എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക്